ബാഹുബലി എന്ന് പറയുന്ന ഒരു മൂവി കാണാൻ കയറണമെങ്കിൽ നിങ്ങൾ കയറി ഇങ്ങനെ ഭയങ്കര ഇതെങ്ങനെ വന്നു അതെങ്ങനെ അങ്ങനെ പൊങ്ങിയത്, അത് ശരിയാവത്തില്ലല്ലോ. ഇപ്പോൾ ഡ്രസ്സ് മാറിയിരിക്കുന്നു, ഇപ്പോൾ ഡ്രസ്സ് എത്ര മിനിറ്റ് എടുക്കുമെന്ന് ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് പോലും കാണാൻ പറ്റത്തില്ല. നമ്മൾ അതിൻ്റെ കൂടെ അങ്ങ് പോവുകയാണ്. ഒരുത്തം പറക്കുന്നു, നമ്മളങ്ങ് പറക്കുക. ഒരുത്തം 100 പേരെ എടുത്ത് എഴുന്നേറ്റ് അടക്കാൻ വയ്യാത്ത രജനീകാന്ത് ഒരു 40 പേരെ എടുത്തല്ല പൂക്കൾ വാരി എറിയുന്നു തുടങ്ങി എറിയുക. നമ്മളത് ആസ്വദിക്കുക, എങ്കിലേ അത് രസമുള്ളൂ. വ്യത്യസ്തം കേൾക്കുക ഇവർ പറയുന്ന ഒരു കാര്യത്തില് ഈ നമ്മൾ ഈ സിനിമയിൽ കയറുമ്പോൾ എന്താ ചെയ്യുന്നത്? സിനിമയിൽ നമ്മൾ ടിക്കറ്റ് എടുക്കുന്നു, ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഹെൽമെറ്റ് ഊരി കൗണ്ടറിൽ കൊടുക്കുന്നു, ഇതിനകത്ത് തുറന്ന് ബ്രെയിൻ ഊരി കൗണ്ടറിൽ കൊടുക്കുന്നു, എന്നിട്ടൊരു നമ്പർ വാങ്ങിക്കുന്നു, കയറി ഇരുന്ന് കാണുന്നു. ബ്രെയിനിൻ്റെ ആവശ്യമില്ല. ബ്രെയിനിൻ്റെ ആവശ്യമില്ലെന്നല്ല, ഞാൻ ചെറിയൊരു അനോളജി പറഞ്ഞാണ്. ബ്രെയിൻ ഉണ്ടെങ്കിൽ ഇത് കാണാൻ പറ്റൂ. നിങ്ങളുടെ ബുദ്ധി ആ ഫ്രണ്ടൽ കോർട്ടെക്സ് മാത്രമേ കൊടുക്കുന്നുള്ളൂ കേട്ടോ, ബാക്കി ബ്രെയിൻ എല്ലാം ഫിറ്റ് ചെയ്ത് കൊടുത്തു. ഫ്രണ്ടൽ കോർട്ടെക്സ് ഊരി നമ്പർ അടിച്ചു കൊടുക്കുന്നു. ശശിധരൻ തിരിച്ച് ഈ പടം കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോൾ ഹെൽമെറ്റും വാങ്ങിക്കുന്നു, ഈ ഫ്രണ്ടൽ കോർട്ടെക്സും വാങ്ങിക്കുന്നു, ഫിറ്റ് ചെയ്യുന്നു, വീട്ടിൽ പോകുന്നു. ആഹാ, കറക്റ്റ്, ഇതാണ് ചെയ്യുന്നത്. നമുക്കറിയാം. പക്ഷേ മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 24/7 സിനിമയാണ്. ഈ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ആൻഡ് ഹി ലിവ് എന്താ പറയുന്നത്, ലൈ മാത്രമല്ല, ഒരു ഡ്രീം തന്നെ ജീവിക്കുകയാണ്, ഒരു സ്വപ്നാടനമാണ്.